കാണാൻ പോകുന്നത് എവിടെയെന്നറിയോ? ഒന്ന് ഞാൻ നിൽക്കുന്നത് ദുബായിലെ റാസൽ ഖോറിലുള്ള ദുബായ് ക്രീക്ക് ഹാർബർ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്ഥലമാണ്. ഒരു ക്ലസ്റ്റർ കമ്മ്യൂണിറ്റിയാണ്. ഒരുപാട് താമസിക്കുന്ന ബിൽഡിങ്ങുകളും അപ്പാർട്ട്മെൻറ്റ്സുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലം. അവിടുത്തെ കാഴ്ചകൾ. ദുബായിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വിസ്മയങ്ങളുണ്ട്. അതിൽപ്പെട്ട പുതിയൊരു വിസ്മയമാണ് ദുബായ് ക്രീക്ക് ഹാർബർ. ഇന്ന് നമ്മൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് റാസൽ ഖോർ എന്ന് പറഞ്ഞ വലിയൊരു ഏരിയ ഉണ്ട്. റാസൽ ഖോർ ഒരുപാട് ചതുരശ്ര കിലോമീറ്ററോളം കണ്ടൽക്കാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പുതിയ ദുബായ് കനാൽ, ജദ്ദാഫ് എന്നൊക്കെ പറയുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ജദ്ദാഫിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരുപാട് പുതിയ ഒരു ക്ലസ്റ്റർ ബിൽഡിങ്ങുകൾ, അതുപോലെ ഒരു നല്ലൊരു മറീന ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള നല്ലൊരു വളരെ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് ദുബായ് ക്രീക്ക് ഹാർബർ. അപ്പോൾ ഇതൊരു പുതിയ ഏരിയയാണ് ദുബായിൽ. ഒരുപാട് പേരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അവിടേക്കാണ് നമ്മുടെ യാത്ര. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അവിടുത്തെ കാഴ്ചകളിലേക്കാണ്. നമ്മളിവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. വണ്ടി അവിടെ പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിന് താഴെ കൂടെ തന്നെ വഴിയുണ്ട്. നല്ലൊരു ലോബി കാണാം. വളരെ ഭംഗിയുള്ള ഒരുപാട് ആർട്ട് വർക്കുകൾ, ക്യാൻവാസുകൾ ഇവിടെ ഈ ചുമരിൽ അവർ വെച്ചിട്ടുണ്ട്. വലിയ ആർട്ട് വർക്കുകൾ, വളരെ സുന്ദരമായിട്ടുള്ള ആർട്ട് വർക്കുകളാണ്. നല്ലൊരു ആംബിയൻസും അവിടുത്തെ ഒരു വുഡൻ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലെല്ലാം നല്ലൊരു പ്രതീതിയാണ് നൽകിയത്. അതുപോലെ തന്നെ കയറുകൊണ്ട് അതുപോലത്തെ നല്ലൊരു ട്രഡീഷണലും അതല്ലെങ്കിൽ ഒരു റിസോർട്ടിലൊക്കെ ചെന്നൊരു പ്രതീതി. അപ്പോൾ അതെനിക്ക് എന്തായാലും ഇഷ്ടമായി. അവിടെ നിന്ന് നമ്മൾ പുറത്തെത്തി കഴിയുമ്പോൾ ഇതായി കാണുന്ന കാഴ്ചയാണ്. വളരെ സുന്ദരമായിട്ടുള്ള നല്ലൊരു ചെറിയൊരു കോഫി ഷോപ്പ്, റെസ്റ്റോറൻറ്റ് അതെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് കൊണ്ട്, വെളിച്ചങ്ങൾ കൊണ്ട് ഒരുപാട് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ വളരെ ഭംഗിയായിട്ട് ഇവരിത് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു ട്രഡീഷണലായിട്ട് ലുക്ക്, അവരുടെ കളർ പാറ്റേൺ, ആ ലൈറ്റിങ്സ് അതൊക്കെ കൂടെ ഒരു ട്രഡീഷണലായിട്ടുള്ളൊരു പാരമ്പര്യത്തിൻ്റെ ഒരു തെളിമ വിളിച്ചോന്ന രീതിയിലാണ് ഇവിടെ ഇവരിത് അലങ്കരിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ദുബായിലെ ക്രീക്ക് ഹാർബറിലാണ്. ക്രീക്ക് ഹാർബർ എന്ന് പറയുമ്പം ദുബായിലൊരു ന്യൂ ഡെവലപ്പിംഗ് ഏരിയയാണ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിങ് വരാൻ പോകുന്ന സ്ഥലം ക്രീക്ക് ടവർ. കാരണം ഇപ്പോൾ ബുർജ് ഖലീഫയാണ്. അപ്പോൾ ഇനി അതിക്കും മേലെ സൗദി വേറൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്, അതിക്കും മേലെ ഒരു ബിൽഡിങ് ഇവർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. ചെറിയ കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലം. ഈവനിങ് ഒക്കെ സൂപ്പറായിട്ട് ഇവിടെ ഒരുപാട് സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മറീന ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈറ്റ് ആയിട്ട് ഒരുപാട് സംഗതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ കാണാവുന്നൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളുമായിട്ട് ഇവിടെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും നല്ലൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് വല്ലാതെ ക്രൗഡഡ് അല്ല. ഇപ്പോൾ നമ്മൾ ദുബായ് മാൾ അതുപോലെ ഡൗൺ ടൗൺ ഏരിയയൊക്കെ പോയി കഴിഞ്ഞാൽ, ബുർജ് ഖലീഫയുടെയൊക്കെ ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അത്ര ഒരു പീസ്ഫുള്ളായിട്ടൊരു അന്തരീക്ഷം കിട്ടിക്കൊള്ളുന്നില്ല. കാരണം അവിടെ ഒരു ക്രൗഡ് എപ്പോഴും, ഇപ്പോൾ ഈ കോവിഡ് ടൈമിലും അവിടെ ഒരു ക്രൗഡ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഇത് തികച്ചും വ്യത്യസ്തമാണ്. വളരെ സുന്ദരമായിട്ടുള്ള ഒരു സായാഹ്നം, ഒരു രാത്രിയാണ് കൂടുതൽ നല്ലത്. വലൈക്കും അസ്സലാം. ഹായ്, ഇത് കണ്ടില്ല നിങ്ങൾ? ഇതെന്താ മരം അറിയാം നിങ്ങൾക്ക്? ഇത് ഒലീവിൻ്റെ മരം കേട്ടോ. ജയ്ത്തുങ്കായ എന്നൊക്കെ പറയും. ഒലീവ്സ് അതിൻ്റെ മരമാണിത്. ഇതിവിടെ ഒരു ഓട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു ട്രഡീഷണൽ, ഒരു ഫ്യൂഷൻ ലുക്കാണ്. ട്രഡീഷണൽ ഒരു മോഡേൺ രണ്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ആർക്കിടെക്ചറാണ് ഇവിടെ നമുക്ക് പൊതുവെ കാണാനുള്ളത്. ഭയങ്കര രസമാണ് സംഭവം. എന്തായാലും ഒരു ഈവനിങ്, ഒരു കാം പീസ്ഫുൾ ഈവനിങ് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പൈസക്കൊന്നും ചിലവില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ ചെയ്യുന്ന വീഡിയോ ഒന്നും കാശ് സ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബഡ്ജറ്റ്, വെറും കൈയോടെ പോയിട്ട് തിരിച്ചു പോരാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇവിടെ ഒരുപാട് ഫാമിലികളുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിയാത്ത ആൾക്കാർ, അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്. കാരണം ഇനി വരുന്ന 2020 ഉണ്ടായിരുന്നല്ലോ നമ്മുടെ എക്സിബിഷൻ, അതുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് നല്ലൊരു അട്രാക്റ്റീവ് പ്ലേസ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ് ദുബായ് ക്രീക്ക് ഹാർബർ.
വേറൊരു കിടിലൻ സംഭവം ഉണ്ട് കേട്ടോ. ഇതുണ്ടെങ്കിൽ ചവിട്ടുമ്പോൾ നോക്കണേ. ഇതിൽ ചവിട്ടിക്കഴിഞ്ഞാൽ പലതരം മ്യൂസിക്, അറബ് മ്യൂസിക്, ട്രഡീഷണൽ ആയിട്ടുള്ള നമുക്ക് കേൾക്കാൻ പറ്റും. കേട്ടാ, മ്യൂസിക് ഷാഡോസ് ഇതൊരു കിടിലൻ സംഭവമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് നല്ലൊരു ഈവനിങ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ാണ് ദുബായ് ക്രീക്ക് ഹാർബറിലെ കാഴ്ചകൾ. ഇനിയും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ തന്നെ വേറൊരു സ്ഥലം, ദുബായ് കനാൽ, നമ്മൾ അതിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ച കാണുമ്പോഴേക്കും തൽക്കാലം ഗുഡ് ബൈ.